നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യാന്തര സമൂഹത്തെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും മനുഷ്യാവകാശ സംഘടനകളെയും വെല്ലുവിളിച്ച് ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. റഫേലി സൈനിക ഇടപെടൽ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന ICJ ഉത്തരവ് ഒരു വിലയും കൽപ്പിക്കാതെയാണ് റഫേൽ അടക്കം മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുന്ന ക്രൂരത തുടരുന്നത്. ഉത്തരവിടാനല്ലാതെ നടപ്പാക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ശേഷിയില്ലാത്തത് ലോകത്തിന്റെ നിസ്സഹായത. ദക്ഷിണ റഫേൽ അഭയാർത്ഥികളെ തമ്മിൽ ഇസ്രയേൽ ബോംബിട്ടതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. ചാരത്തിൽ മനുഷ്യ ശരീരം തിരയുന്ന ഫലസ്തീനികൾ ലോക മനസാക്ഷിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഗുരുതരമായി പൊള്ളലേറ്റവർക്ക് ചികിത്സ നൽകാൻ പോലും ഗാസയിൽ സൗകര്യമില്ല. ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ഇസ്രയേൽ ആക്രമിച്ചു തകർത്തിട്ടുണ്ട്. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ അഭയം തേടിയെത്തിയവരാണ് റഫേൽ തുണിയും തകരഷീറ്റും കെട്ടി താമസിക്കുന്നത്. ഇനിയും അവർക്ക് പോകാൻ ഒരു ഇടമില്ല. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഭ്രാന്തമായ ആക്രമണമാണ് അധിനിവേശ സേന ഗാസയിൽ നടത്തുന്നത്. ഹമാസിനെ തകർക്കും, ബന്ദികളെ മോചിപ്പിക്കും എന്ന് ഉൾപ്പെടെയുള്ള പ്രഖ്യാപിത സൈനിക ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ നിരാശയും രോക്ഷവും തീർക്കുന്നത് സാധാരണക്കാർക്ക് മേൽ കാരണയില്ലാതെ ബോംബ് വർഷം നടത്തിയാണ്. നമ്മൾ നിർത്തിച്ചില്ലെങ്കിൽ ഇസ്രയേൽ ഈ ഭ്രാന്ത് നിർത്തില്ല എന്നും അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേൽ ഉപരോധിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക ആൽബനീസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു. ഖത്തർ, ഈജിപ്ത്, അയർലൻഡ്, നോർവ, സ്പെയിൻ, ദക്ഷിണാഫ്രിക്ക, ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങൾ റഫ ആക്രമണത്തെ അപലപിച്ചു. ഗാസ ഭൂമിയിലെ നരകമായെന്ന ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി അഭിപ്രായപ്പെട്ടു. ICJയുടെ വിധി ഇസ്രയേൽ നടപ്പാക്കുക തന്നെ വേണമെന്ന യൂറോപ്യൻ യൂണിയൻ വിദേശനയ വകുപ്പ് മേധാവി ജോസഫ് ബൊറൽ ആവശ്യപ്പെട്ടു. പ്രതിഷേധം വ്യാപിച്ചതോടെ സംഭവം ഗൗരവമേറിയതാണെന്നും അന്വേഷിക്കണമെന്നും ഇസ്രയേൽ വിശദീകരണക്കുറിപ്പ് ഇറക്കി. അതിനിടെ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള വ്യോമാക്രമണം തെറ്റായിരുന്നെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിരപരാധികളായ സാധാരണക്കാരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞ ദിവസം വലിയ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നുവെന്ന് നെതന്യാഹു തിങ്കളാഴ്ച ഇസ്രയേൽ പാർലമെന്റിൽ സമ്മതിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഭയാർത്ഥികളായി ആയിരക്കണക്കിന് ഫലസ്തീനികൾ കഴിയുന്ന ടെൽ അസസ് സുൽത്താനിലെ ക്യാമ്പുകൾക്ക് നേരെയാണ് കടുത്ത ആക്രമണമുണ്ടായത്. സംഭവ സ്ഥലത്തു നിന്നും ചിന്നിച്ചിതറിയ നിലയിലാണ് കുട്ടികളെ ലഭിച്ചതെന്നും പ്രായമായവരുടെയും അല്ലാത്തവരുടെയും മൃതദേഹങ്ങൾ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നെന്നും ടെൽ അൽ സുൽത്താന്റെ സമീപത്ത് താമസിക്കുന്ന മുഹമ്മദ് അബു അസാദ് ധാരണ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു. മരിച്ചവരിൽ 12 സ്ത്രീകൾ, 8 കുട്ടികൾ, 3 മുതിർന്ന പൗരന്മാർ എന്നിവരായിരുന്നുവെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി. എന്നാൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ 3 പേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇതോടെ ഗാസയിലെ ആകെ മരണം 36,000 കടന്നുവെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇസ്രയേലിലെ അടുത്ത സഖ്യകക്ഷികൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും സാധാരണക്കാരുടെ മരണത്തിൽ ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ വെടിനിർത്തൽ ചർച്ചകൾ സങ്കീർണമാകുമെന്നും അറിയിച്ചു. മാനുഷിക അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നവും പുതിയതുമായ ലംഘനമാണിതെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രിയും ഇത് യുദ്ധക്കുറ്റകൃത്യമാണെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രിയും കൂട്ടിച്ചേർത്തു. അതേസമയം റഫേലെ വെടിവയ്പിൽ ഒരു സൈനികനും വെടിയേറ്റ് മരിച്ചുവെന്നും ഈജിപ്ത് സൈന്യം ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.